സൂറത്തുൽ മാഊൻ പാരായണം നമുക്ക് പരിശീലിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യ വചനത്തിൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇതിൽ റാഇന് തഫ്ഖീം നൽകിക്കൊണ്ട് പെരുപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. അറഅയ്ത അറഅയ്ത, റാഇന് മാത്രമാണ് തഫ്ഖീം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കണം. അറഅയ്തല്ലദീ യുകദ്ദിബു, ദാലിൻ്റെ ഉച്ചാരണം സൂക്ഷിക്കണം. യുകദ്ദിബു ബിദ്ദീൻ, അവിടെ ദീർഘം നൽകാവുന്നതാണ് വഖഫിന് വേണ്ടി. ബിദ്ദീൻ മദ് ആരിദ് എന്ന ദീർഘം ജായിസാണ്. ഒന്നുകിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കാം, അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്വം സ്വീകരിക്കാം, തവസ്സുത്ത്. അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബായ് ചെയ്ത് പൂർത്തിയാക്കി ദീർഘിപ്പിക്കാം. ഫദാലികല്ലദീ യദുഉൽ യതീം, യദുഉ എന്ന് പറയുമ്പോൾ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം. ഐനിന് ഷദ് നൽകിക്കൊണ്ടാണ് ഇവിടെ ഉച്ചരിക്കുന്നത്. യദുഉ. ഈ വചനത്തിൽ തഫ്ഖീം ചെയ്യേണ്ട, പെരുപ്പിച്ചുച്ചരിക്കേണ്ട ഒറ്റ അക്ഷരവുമില്ല എന്നതും ശ്രദ്ധേയമാണ്. വലാ യഹുദ്ദു, ദ്വാദ് തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ച് ഉച്ചരിക്കേണ്ട ഹർഫാണ്. ദ്വാദിൻ്റെ മഖ്റജ് സൂക്ഷിക്കുക. നാവിൻ്റെ നീളത്തിൽ ഒരു ഭാഗം മുഴുവൻ മേലെ അണപ്പല്ലിനോട് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദ്വാദ്. വലാ യഹുദ്ദു അലാ ത്വആം, ത്വാഇന് തഫ്ഖീം കൊടുക്കണം, പെരുപ്പിച്ച് ഉച്ചരിക്കണം. ഈ ദ്വാദിനും ത്വാഇനും മാത്രമാണ് ഈ വചനത്തിൽ തഫ്ഖീമുള്ളത്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കണം. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഫവൈലുൻ എന്ന പദത്തിലെ തൻവീൻ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകിക്കൊണ്ട് ഫവൈലുൽ ലിൽ. അപ്പോൾ തൻവീനിൻ്റെ ശബ്ദം തീരെ കേൾക്കുകയില്ല. ഷദ് നൽകപ്പെട്ട ലാമ് മാത്രമാണ് ഉച്ചാരണത്തിൽ ഉണ്ടാവുക. ഫവൈലുൽ ലിൽ മുസല്ലീൻ. മുസല്ലീൻ എന്നതിലെ സ്വാദിന് തഫ്ഖീം നൽകണം, പെരുപ്പിച്ച് ഉച്ചരിക്കണം. അല്ലദീന ഹും, സാക്കിനായ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹും ഹും അൻ സ്വലാത്തിഹിം. അൻ സ്വലാത്തിഹിം എന്ന് പറയുമ്പോൾ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കലിലും തഫ്ഖീം വേണം. സ്വാദിന് തഫ്ഖീം കൊടുക്കുന്നു, ആ തഫ്ഖീം സാക്കിന നൂനിൻ്റെ മണിക്കലിലും ഉണ്ടാവണം. അൻ സ്വലാത്തിഹിം, അൻ സ്വലാത്തിഹിം സാഹൂൻ. സാക്കിന മീമിനെ മണിക്കാതെ ഉച്ചരിക്കണം. സ്വലാത്തിഹിം എന്നതിലെ സുക്കൂൻ നൽകപ്പെട്ട മീം ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കി ഉച്ചരിക്കണം. അടുത്ത വചനത്തിലും അല്ലദീന ഹും, സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യുറാഊൻ, ഈ പദത്തിൽ റാഇന് തഫ്ഖീം നൽകി ദീർഘിപ്പിക്കുന്നു. ദീർഘത്തിലും തഫ്ഖീം നിലനിൽക്കുന്നു. റാഇനും തഫ്ഖീം, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്ത് പെരുപ്പിച്ചുച്ചരിക്കണം എന്ന് മാത്രമല്ല, ഈ പദത്തിൽ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകൽ നിർബന്ധമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി വന്നു എന്നതാണ് മുത്തസിൽ എന്ന് പേര് വരാൻ കാരണം. ചേർന്നു വന്നത് എന്നാണ് അർത്ഥം. യുറാഊൻ, വയംനഊന, വയം എന്ന സാക്കിന മീമിനെ മണിക്കാതെ ഇൽഹാർ ഷഫൈ നൽകണം, വെളിവാക്കണം. വയംനഊനൽ മാഊൻ. പാരായണം ചെയ്യാം.
بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين. فذلك الذي يدع اليتيم. ولا يحض على طعام المسكين. فويل للمصلين. الذين هم عن صلاتهم ساهون. الذين هم يراءون. ويمنعون الماعون.